Hi everyone, this is Yabin Say from Evika. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ iOS 18.2 RC2 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 211 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. എല്ലാ ഡിവൈസിലും മിക്കവാറും 500 MB-യുടെ താഴത്ത് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആപ്പിൾ വേറെ കുറേയധികം പുതിയ ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, tvOS എന്നിങ്ങനെ എല്ലാത്തിനും പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തിട്ട് എക്സെപ്റ്റ് watchOS 11.2 RC2 ഈ ഒരു അപ്ഡേഷൻ മാത്രമാണ് നമുക്ക് ലഭിക്കാത്തത്. ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം എന്നായിരിക്കും iOS 18.2 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതെന്നും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി കുറേയധികം ഫണ്ടമെൻ്റലായ ചേഞ്ചസും ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ എന്തായാലും ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യബിൻ സേയോ ഫ്രം എവിക്ക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബെൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.2 22C151 എന്ന്. ഇതാണ് നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻസ് യാതൊന്നും വന്നിട്ടില്ല. കാരണം ഇത് പ്യുവർലി ഒരു ബഗ് ഫിക്സ് അപ്ഡേഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഇപ്പോഴും നിലവിൽ വരാത്ത കുറച്ചധികം എക്സ്പെക്റ്റഡ് ആയ അപ്ഡേഷൻസും ഫീച്ചേഴ്സും ഉണ്ട്. അതിൽ ഒന്നാണ് ബാറ്ററി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. കുറച്ച് പേര് ബാറ്ററി ഇൻ്റലിജൻസും എന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതൊരു iOS 18 ഫീച്ചർ ആവാനാണ് ചാൻസ് ഉള്ളത്. അല്ലാതെ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന ഡിവൈസിൽ മാത്രം ഈ പറയുന്ന ബാറ്ററി സ്റ്റാറ്റസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഫോൺ പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര നേരം കൊണ്ട് ഫുൾ ചാർജ് ആകും എന്നുള്ള ആ ഒരു ബാറ്ററി സ്റ്റാറ്റസിനാണ് നമ്മൾ ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. മിക്കവാറും നമുക്ക് മാക്ബുക്കിലുള്ള ആ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെ ഈ പറയുന്ന ഐഫോണിലേക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, കുറേയധികം അടിപൊളി അപ്ഡേഷൻസ് ഈ പറയുന്ന നോൺ ആപ്പിൾ ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സിലും നമുക്ക് വരുന്നുണ്ട്. ഇതൊരു ഐഫോൺ 11 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ ഒരു ഡിവൈസ് തന്നെ നമുക്ക് ഈ പറയുന്ന ഡാർക്ക് മോഡിൻ്റെ ഐക്കൺസ് ആൻഡ് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ലോക്ക് സ്ക്രീൻ കൺട്രോൾസ് എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് iOS 18.2-ൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ബഗ് ഫിക്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആക്സസിബിലിറ്റിയിൽ ഒരു പുതിയ ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. അതേപോലെ AV ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. ChatGPT ഇൻ്റഗ്രേഷനിൽ ഒരു ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. ഫൈൻഡ് മൈയിൽ ഒരു ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. അതേപോലെ ജെൻമോജിയിൽ ഒരു നോൺ ഇഷ്യൂ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൽസിൽ ഒരു റിസോൾവ് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇതേപോലെ മാക്സിമം എല്ലാ ബഗും കുറക്കാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. ഇവിടെ കുറേ നോക്കുമ്പോൾ മനസ്സിലാവും, മെസ്സേജിലും സ്റ്റിക്കേഴ്സിലും എല്ലാം റിസോൾവ്ഡ് ഇഷ്യൂസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ അപ്ഡേഷനിലും മാക്സിമം റിസോൾവ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും റിഫൈൻ ചെയ്ത് ഒരു നല്ല എക്സ്പീരിയൻസ് ലഭിക്കാനാണ് ആപ്പിൾ ഇപ്പോൾ ഈ ഒരു iOS 18.2 RC2 റിലീസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാറ്ററി ഇൻ്റലിജൻസ് ഫീച്ചേഴ്സോ ബാക്കിയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തോ വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേഷനിൽ ലഭിക്കാത്ത ആ ഒരു ഫീച്ചർ വരുന്ന ഓരോ പുതിയ അപ്ഡേഷനിലും നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി iOS 18.2 ഒഫീഷ്യലി എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും ഇന്ന് തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 2 പോസിബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് December 10 അല്ലെങ്കിൽ ഈ പറയുന്ന December 13 നമുക്ക് വന്നിരിക്കുന്നത്. കാരണം iOS 18.2-ൻ്റെ ഫസ്റ്റ് RC റിലീസ് ചെയ്തത് 6-ാം തീയതി ആയിരുന്നു. ആ ഒരു 6-ാം തീയതി ആയതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വീക്കിന് ശേഷം ഈ പറഞ്ഞ 13-ാം തീയതിയും iOS 18.2 ഒഫീഷ്യൽ റിലീസ് വരാനുള്ള
ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഈ രണ്ട് പോസിബിലിറ്റീസും നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു സെക്കൻഡ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ഇന്ന് തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കൂടുതൽ ബഗ് ഫിക്സസും ബാക്കി കാര്യങ്ങളും ഓൾറെഡി ആപ്പിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ഡിസംബർ 10 റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ iOS 18.3 പുതിയ ബീറ്റ ഒന്നെങ്കിൽ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് iOS 18.3 പുതിയ RCയും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് പുതിയ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് ലഭിക്കില്ല. കാരണം നമ്മൾ കാണുന്ന പോലെ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെയും ആ ഒരു സമയമായതുകൊണ്ട് ആപ്പിളിൻ്റെ എംപ്ലോയീസിന് എല്ലാവർക്കും ലീവായിരിക്കും. ആ ഒരു അപ്ഡേഷന് ശേഷം പിന്നീട് നമുക്ക് ബേറ്റ് ലഭിക്കുന്നത് ജാനുവരിയിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബേറ്റ ടെസ്റ്ററാണെങ്കിൽ പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്താൽ അതിന് വേറെ ഒരു അപ്ഡേഷൻസും ബാക്കി കാര്യങ്ങളും ഒരു 2 വീക്കിൻ്റെ ടൈമിൽ ലഭിക്കുന്നതായിരിക്കില്ല. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ ഒന്നും ഇത്രയും നേരം ആസ് ഓഫ് നൗ ഞാൻ യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു അപ്ഡേഷൻ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ iOS 18.2 RC2 അപ്ഡേഷൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ബഗ് ഫിക്സും അതേപോലെ റിഫൈൻമെൻറ്റും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ എല്ലാ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും റെഗുലറായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് മാത്രമല്ല ടിപ്സും ട്രിക്സും എല്ലാ അപ്ഡേറ്റ്സും ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് അറിയാൻ പറ്റും. സോ എന്തായാലും വർത്ത് ഫോർ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Bin Xavier signing from Evika.